ഇന്നത്തെ എപ്പിസോഡിൻ്റെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാം. അത് രേണുസുധീനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം ലാലേട്ടൻ. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം എല്ലാ ദിവസവും തന്നെ രേണുസുധി ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ചെന്ന് പറയും, എനിക്കിവിടെ വയ്യ, എനിക്ക് നിൽക്കാൻ വയ്യ, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് ഒരു നാഴിക്ക് 40 വട്ടം പറയുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ആ വീട്ടിലുടനീളം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ ഓൾറെഡി ഈ ഒരു വിഷയം തീർപ്പാക്കി വിട്ടതാണ്. ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം, ഞാൻ ഡോറ് തുറന്നു തരാമെന്ന് കഴിഞ്ഞ ആഴ്ച ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും രേണുസുധി അങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയും അതേ ഡയലോഗ് തന്നെ അടിച്ച് എനിക്ക് പോകണം ക്വിറ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലാലേട്ടൻ ഈ പ്രൊമോയ്ക്കകത്ത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം, പോകണമെങ്കിൽ ഞാൻ ഡോറ് തുറന്നു തരാം എന്ന രീതിയിൽ ലാലേട്ടൻ പറയുന്നു. രേണുസുധി ഒരുപക്ഷെ പോകണം എന്ന് പറഞ്ഞാൽ രേണുസുധിനെ പോകാൻ അനുവദിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ചെയ്യുന്നില്ല. ഒരു സേഫ് ഗെയിമറായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. രേണുസുധി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഡിറ്റായി പോകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം രേണുസുധിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാമിലി സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. അതുകൊണ്ട് ഒരു എവിക്ഷൻ വഴി രേണുസുധി പുറത്താകാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സേഫ് ഗെയിമറുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ കണ്ട് രേണുസുധീനെ പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ല എന്നുണ്ടെങ്കിൽ രേണുസുധി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഗെയിം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ഒന്ന്